സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ? ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാണ് പുല, മറ്റൊന്ന് വാലായ്മ, മറ്റൊന്ന് ആർത്തവം. ഇത് കൂടാതെ 7 മാസം ഗർഭിണി, 7 മാസത്തിന് മേൽപോട്ട് ഗർഭിണിയായ സ്ത്രീകൾ, ഇവരൊന്നും തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല എന്നാ പറയുന്നത്. എന്തേ ക്ഷേത്ര ദർശനം നടത്തിയാലേ? അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ എന്താണ് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പലരും പറയും. നമ്മൾ എപ്പോഴും യുക്തിപൂർവ്വം ചിന്തിക്കണം കേട്ടോ. ഒരാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തുകൊണ്ട് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കണം. ഒരാൾ ആ കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്? ഇങ്ങനെ ചോദിക്കാൻ അവകാശമുള്ളത്, അവസരമുള്ളത് ഹിന്ദുക്കൾക്ക് മാത്രം. അതേ സമയത്ത് മറ്റ് സെമിറ്റിക് മതങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് മതത്തിന് വെളിയിലാണ്. ഹിന്ദുക്കൾക്ക് അങ്ങനെയൊന്നുമില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ സംശയം തീരുന്നത് വരെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുല, വാലായ്മ, ആർത്തവം, 7 മാസത്തിന് മേൽപോട്ട് ഗർഭിണിയായ സ്ത്രീകൾ, ഇവരാണ് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. ബാക്കി എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ. മദ്യം കുടിച്ച് കൂത്താടി നടക്കുന്നവരൊക്കെ പോകാൻ പറ്റുമോ? പറ്റില്ല. അത് വേറെ കാര്യം. ഇത് പൊതുവെയുള്ള ഒരാചാരം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ആദ്യം നമുക്ക് പുലയും വാലായ്മയും ഒന്ന് നോക്കാം. പുല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും വിചാരിക്കും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളായ ആൾക്കാര്, ആ രക്തബന്ധത്തിലുള്ള ആൾക്കാര് എല്ലാം അനുഷ്ഠിക്കുന്ന അശൗചര്യമാണ് എന്നാണ് പറയുക. അശൗചര്യം അശുദ്ധി, അതിനാണ് പുല എന്നാണ് വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ആചാരത്തിന് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് അശുദ്ധി ഉണ്ടാകുന്നത്? എനിക്കെങ്ങനെയാണ് അശൗചര്യം ഉണ്ടാകുന്നത്? എനിക്കെങ്ങനെയാണ് പുലയുണ്ടാകുന്നത്? ഒരേ രക്തഗ്രൂപ്പ് ആവാം. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് നമ്മളെ ബാധിക്കുക? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പുല എന്ന് പറയുമ്പോൾ രക്തബന്ധത്തിലുള്ളവരെ മാത്രമല്ല, മറിച്ച് ആത്മബന്ധമുള്ള ആൾക്കാരെയും ബാധിക്കും. രക്തബന്ധമുള്ള എല്ലാവരെയും ബാധിക്കുമോ? ബാധിക്കില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സമാന്തര കോശങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ആ സമാന്തര കോശങ്ങൾക്കും ക്ഷതം സംഭവിക്കും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു അശൗചര്യം അവർക്കും ഉണ്ടാകും. അവരെവിടെയാണെങ്കിലും അവർക്കുണ്ടാവും. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സമാന്തര കോശം ഉള്ള ആൾക്കാരിലെല്ലാം ഉണ്ടാവും. ഈ സമാന്തര കോശങ്ങൾ 7 തലമുറയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ആ ശൗചര്യം യഥാർത്ഥത്തിൽ ഒരു കുളി കഴിഞ്ഞാൽ തീർന്നു എന്നാണ് പറയുക. എന്നാൽ യഥാർത്ഥത്തിലുള്ള അശുദ്ധി അതല്ല. അതുണ്ട്, അത് ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിലുള്ള അശുദ്ധി എന്ന് പറയുമ്പോൾ മരിച്ച വ്യക്തി ആ മരിച്ച് കിടക്കുമ്പോൾ ആ ശരീരം നിശ്ചിത സമയമാകുമ്പോൾ ജീർണിക്കാൻ തുടങ്ങും. അങ്ങനെ ജീർണിക്കുന്ന അവസരത്തിൽ അതിൽ നിന്നും അണുപ്രസരം ഉണ്ടാകും. അത് ആ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ഈ അണുക്കൾ നിറഞ്ഞു കിടക്കും. ആ വീടിന് വെളിയിലേക്കും വരും. ഈ അവസരത്തിൽ ആ ശവം കാണാൻ വേണ്ടി അവിടെ പോകുന്ന ആൾക്കാരുണ്ട്. അതിൽ ബന്ധുക്കളുണ്ടാകും, സുഹൃത്തുക്കളുണ്ടാകും, അയൽവാസികളുണ്ടാകും. ആ കാലന്റെ കഥ കഴിഞ്ഞല്ലോ, സമാധാനമായി എന്ന് ചിന്തിച്ചിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ടാകും. ഇത് കൂടാതെ മറ്റു പലരും വരും. ഇതൊക്കെ ഈ പറയുന്ന സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഈ വീടുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ, അവിടെ പോയ ആൾക്കാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ ഈ പറയുന്ന മരിച്ച വ്യക്തിയുടെ അണുക്കളെ
ഇവരിലേക്ക് കൊടുക്കും. ആ വീട്ടിൽ പോയാൽ അവർക്ക് ആ ശരീരത്തിലേക്ക് വരും, ആ വസ്ത്രത്തിലുണ്ടാകും. അവിടെ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ ശരീരത്തിലുണ്ടാകും. ഇതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിലുണ്ടായ, നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ആചാരം എന്താണെന്ന് വെച്ചാൽ, മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുളി കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് കയറാവൂ എന്ന് പറയും. ഇനി യഥാവിധി ഈ മരണവുമായി ബന്ധപ്പെട്ട് ആ ശവം ചുമക്കുകയോ അല്ലെങ്കിൽ ആ ശ്മശാനത്തിൽ പോവുകയോ ദഹന പ്രക്രിയയിൽ പങ്കാളിയാവുകയോ ചെയ്യുന്ന ആൾക്കാർ ആ ശ്മശാനത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ ഏതെങ്കിലും ജലാശയത്തിൽ ഇട്ട വസ്ത്രത്തോടു കൂടി മുങ്ങിക്കുളിച്ചിട്ട് വരുന്നൊരു കാലഘട്ടമായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? ഈ അണുക്കളെ പൂർണ്ണമായിട്ട് കളയണം എന്നുള്ളതുകൊണ്ട്. പക്ഷെ അങ്ങനെ പോയ ആൾക്കാർ വീണ്ടും ഈ വീട്ടിലേക്കാണ് വരുന്നത്. വീട്ടിലും ഈ അണുക്കൾ നിറഞ്ഞു കിടക്കാം. നമുക്കറിയില്ലേ, കൊറോണ വന്നു കഴിഞ്ഞാൽ ആ കൊറോണയുള്ള ആൾക്കാരുമായി നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഒന്ന് വർത്തമാനം പറഞ്ഞാൽ, അവരോടൊന്ന് സംസാരിച്ചു പോയാൽ 10 ദിവസം അവരെ പൂട്ടിയിടും. എന്തിനാ? 10 ദിവസമാണ് ഒരു അണു നശിക്കാൻ വേണ്ടുന്ന സമയം എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ഈ പൊല ബാധിക്കും. അപ്പൊ ഈ പൊല ബാധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിലൊക്കെ ഈ അണുക്കൾ ഉണ്ടെന്നല്ലേ പറയുന്നത്. ഈ അണുക്കളെയും വഹിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ പുണ്യമായ അണുക്കളില്ലാത്ത ഒരു സങ്കേതത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അത് ക്ഷേത്രത്തിലെന്ന് മാത്രമല്ല, പുണ്യകർമ്മം നടക്കുന്ന ഒരു സ്ഥലത്തും പോകാൻ പാടില്ല. യഥാർത്ഥത്തിൽ മറ്റുള്ള വീടുകളിൽ പോലും ഈ പൊല ബാധിച്ച ആൾക്കാർ പോകാൻ പാടില്ല. അവരുടെ വീട്ടിൽ തന്നെ നിൽക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് പൊല ബാധിച്ച ആൾക്കാർ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ വാലായ്മ. വാലായ്മ ബാധിക്കുന്നത് എന്താണ്? ആ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചു എന്നുള്ളതാണ്. ഇവിടെ നാട്ടുകാരിലേക്ക് അണുക്കൾ പകരാനില്ല. എന്നാൽ ഈ പ്രസവം കഴിഞ്ഞ ആ പെൺകുട്ടിക്കും ആ കുട്ടിയുണ്ട്, ചെറിയ നവജാത ശിശുവുണ്ട്, ആ കുട്ടിക്കും പ്രത്യേകിച്ച് നവജാത ശിശുവിന് പ്രതിരോധ ശേഷി തീരെ ഉണ്ടാകില്ല. അപ്പോൾ ആ അവസരത്തിൽ വെളിയിൽ നിന്നും ഒരു തരത്തിലുള്ള രോഗാണുക്കളും അതുപോലെ തന്നെ മാലിന്യങ്ങളോ അണുക്കളോ ഒന്നും തന്നെ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഈ വീട്ടുകാർ വെളിയിലേക്ക് പോയി നിൽക്കട്ടെ. ആ വെളിയിലേക്ക് പോകുന്ന അവസരത്തിൽ പല ആൾക്കാരുമായിട്ട് ഇടപഴകും. അങ്ങനെ പല ആൾക്കാരായിട്ട് ഇടപഴകുമ്പോൾ അവരിലേക്ക് പലതരത്തിലുള്ള രോഗാണുക്കൾ ഈ ശരീരത്തിൽ വരും. മാർക്കറ്റിൽ പോയാൽ വരും, ചന്തയിൽ പോയാൽ വരും, ഇനി വേറെ എവിടെയെങ്കിലും ഏത് ഓഫീസിൽ പോയാലും പല ആൾക്കാരായിട്ട് ഇടപഴകും. പല കാറ്റിലും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള പല പൊടിപടലങ്ങളൊക്കെ ഇവരുടെ ശരീരത്തിൽ, പൊടിപടലങ്ങൾ അടക്കം. അപ്പോൾ മറ്റു രോഗികളായിട്ട് ഇടപഴകും. അങ്ങനെ പല ആൾക്കാരായിട്ട് ഇടപഴകിയിട്ട് ഈ വ്യക്തി നേരെ ഈ കുഞ്ഞിന്റെ അരികിലേക്ക്, ഈ അമ്മയുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ എടുത്ത് മുത്തം പൊക്കുകയോ അവരെ കൊഞ്ചിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പെട്ടെന്ന് രോഗം ബാധിക്കാൻ, അത് ചിലപ്പോൾ കുട്ടിയുടെ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യും. ഇവിടെ നേരത്തെ സമാജത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തെങ്കിൽ, ഇവിടെ ഇപ്പോൾ അമ്മയുടെയും കുട്ടിയുടെയും നന്മയ്ക്ക് വേണ്ടി ആ വീട്ടിലുള്ള ആൾക്കാര് അനുഷ്ഠിക്കുന്ന ശൗചമാണ് എന്തെന്ന്? വാലായ്മ. അപ്പോൾ ആ വീട്ടുകാരെന്ത് ചെയ്യും? ഈ കുട്ടിക്കും അമ്മയ്ക്കും പ്രതിരോധ ശേഷി ഉണ്ടാകുന്നത് വരെയുള്ള സമയം, ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു 9 ദിവസം എന്നാണ്. 11 ആയാലും ഉത്തമം. അപ്പൊ ഈ പറയുന്ന 11, 9, 16 ദിവസങ്ങളിൽ ഈ വീട്ടുകാർ വെളിയിലായിട്ട് 7 ദിവസമായാലും ഒരുവിധം ആയേ. ചില കുട്ടികൾ ഇപ്പോഴൊക്കെ ചില 7 ദിവസം കൊണ്ട് തന്നെ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട് കുട്ടികൾ. അതുകൊണ്ട് 7 ദിവസമായാലും മതി. എന്നിരുന്നാലും കുറച്ച് ദിവസം അധികമായാലും ദോഷമൊന്നുമില്ല. അവര് വെളിയിലുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമോ? ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്താണ് ഇത്തിരി ആൾക്കാരായിട്ട് ബന്ധപ്പെടും. അമ്പലത്തിലേക്ക് പോകുമ്പോൾ പല വഴിയിൽ നിന്നും പല ആൾക്കാരുമായി ബന്ധപ്പെടുകയും അത് ഈ കുട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് വാലായ്മയുള്ള ആൾക്കാർ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനിയോ, ഇനി ആർത്തവത്തിന്റെ കാര്യമാണ്. ആർത്തവത്തിന്റെ കാര്യം എന്ന് വെച്ചാൽ 2 കാര്യമാണുള്ളത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊന്ന് വയറിളകിയിട്ട് വയറ്റിൽ നിന്ന് ഇങ്ങനെ പോകുന്നിരിക്കട്ടെ, ഒരേ പോക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മൾ വീടിന് വെളിയിലേക്ക് പോവുമോ? നമുക്ക് പോകാൻ പറ്റുമോ മാനസികമായിട്ട്? വേണ്ട. മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് എവിടേക്കെങ്കിലും പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. ഈ മലമായാലും ഈ മൂത്രമായാലും നമ്മുടെ വീടിന്റെ ഉള്ളിൽ വീണാൽ പോലും അത് നമുക്ക് വളരെയേറെ അറപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് അണുപ്രസരമുള്ളതാണ് എന്തെന്ന് രക്തവും. അപ്പൊ ശ്രേഷ്ഠമായ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനം വെച്ചാൽ നല്ല പഞ്ചശുദ്ധി പാലിക്കണമെന്ന് പറയും. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാന
നല്ല മനസ്സിനൊരു സുഖവും മനസ്സിനൊരു ആനന്ദത്തോടു കൂടി ഭക്തിയോടുകൂടി വേണം ക്ഷേത്രത്തിൽ പോകാൻ. വയറ് വേദനിച്ച് വയറ് തടവിക്കൊണ്ട് ഈ ചിന്തയോടുകൂടി ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമില്ല. അവർക്ക് മാനസികവും ശാരീരികവുമായിട്ടും അസ്വസ്ഥതകളാ. നീ ക്ഷേത്രത്തിൽ പോകുന്നവർ അവർക്ക് ക്ഷേത്രത്തിൽ നല്ല എവിടെയും പോകാൻ തോന്നില്ല ചില ആൾക്കാർക്ക്. അപ്പോൾ അതൊന്ന്. രണ്ടാമതോ, ഈ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മലം പോകുമ്പോഴായാലും മൂത്രം പോകുമ്പോഴായാലും നമുക്ക് അസ്വസ്ഥതയാണെങ്കിൽ ഇതും വലിയ അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ വെളിയിൽ എവിടെയും പോകാൻ പാടില്ല. കാരണം ഇതെല്ലാം ആരോഗ്യത്തിന് ദോഷകരമാണ്. മലം പോയിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാണ്. മൂത്രം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിന് ദോഷമാണ്. രക്തം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എനർജിയാണ് ചോർന്നു പോകുന്നത്. അവരും ഒരു കാരണവശാൽ വീട്ടിൽ നിന്ന് പോലും വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന. എന്നാൽ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ അണുകുടുംബമായി ജീവിക്കുമ്പോൾ അവർക്ക് എന്താണെന്നറിയോ? ജോലിക്ക് പോകണം, കുടുംബം നോക്കണം, ലീവ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് ആർത്തവ അവധി കൊടുക്കാൻ തയ്യാറായി എന്ന്. അശുദ്ധി കൊണ്ടല്ല അവർ ആർത്തവ അവധി കൊടുക്കുന്നത്, ഇവർക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ടാണ്. ഈ വിശ്രമത്തിന്റെ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ നിന്നല്ല ഒരു സ്ഥലത്തും പോകാൻ പാടില്ല എന്നാ. അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ഥലത്തും അവർ പോകാൻ പാടില്ല. അല്ല ക്ഷേത്രത്തിൽ പോകുന്ന സമയത്താണെങ്കിലോ എപ്പോഴും ഭക്തി നിർഭരമായ ഒരു ചിന്തയോടുകൂടി നാമജപത്തോടുകൂടി ആനന്ദത്തോടുകൂടി പോകണമെന്നാണ്. അങ്ങനെ ഇവർക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. കാരണം അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന. എത്ര ദിവസം വരെയാണ് യഥാർത്ഥത്തിൽ ഇവർ പോകാതിരിക്കേണ്ടത്? കൊലയും പാലായ്മയും പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇവർക്ക് ഈ ആർത്തവ രക്തം വരുന്നത് നിൽക്കാൻ ചില ആൾക്കാർക്ക് 3 ദിവസമേ വേണ്ടി വരും, ചില ആൾക്കാർക്ക് 2 ദിവസം മതി, ചില ആൾക്കാർക്ക് 5 ദിവസം വേണം, ചില ആൾക്കാർക്ക് 10 ദിവസം ഉണ്ടായാലും മതിയാവില്ല. അപ്പോൾ ഇത് നിന്നിട്ട് ഒരു ദിവസം കൂടി നോക്കും എന്തെങ്കിലും തരത്തിൽ വരുന്നുണ്ടോ എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കുളി കഴിഞ്ഞിട്ട് അവർക്ക് പോകാം. അത് 3 ദിവസമാവാം, 5 ദിവസമാവാം, 7 ദിവസമാവാം, അങ്ങനെയൊന്നും കണക്കില്ല. ഇനിയും ഉണ്ടെന്ന് എന്താ, 7 മാസം കഴിഞ്ഞ ഗർഭിണികളും പോകാൻ പാടില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? 6 മാസം കഴിയുമ്പോൾ തന്നെ ഈ വയറ്റിലുള്ള കുട്ടിക്ക് കണ്ണും ചെവിയും എല്ലാം തന്നെ വളരാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടിക്ക് ഈ അമ്മ കാണുന്ന പല കാഴ്ചകളും ഈ കുട്ടിക്ക് അറിയാൻ പറ്റും. കേൾക്കുന്ന പല കാര്യങ്ങളും ഈ കുട്ടിയും കേൾക്കും എന്നാണ് പറയുന്നത്. ഉദാഹരണം നമുക്ക് മഹാഭാരതത്തിൽ തന്നെ കൃഷ്ണനും അഭിമന്യുമായിട്ടുള്ള കഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഈ കുട്ടി കൃത്യമായി മനസ്സിലാക്കും. അപ്പോൾ അമ്മ ഈ ക്ഷേത്രത്തിൽ പോകുന്നത് ഒന്നുകിൽ പ്രഭാതത്തിൽ, അതല്ലെങ്കിൽ എപ്പോഴാ? സന്ധ്യക്ക്. ഈ പോകുന്ന അവസരത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ പേടിക്കുകയോ ഞെട്ടലുളവാക്കുകയോ അല്ലെങ്കിൽ സങ്കടമുണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ കുട്ടിയെ വല്ലാതെ ബാധിക്കും. വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് അത് ആ കുട്ടിക്ക് ചിലപ്പോൾ ജന്മനാ തന്നെ പലതരത്തിലുള്ള ഉടമയാക്കും. അതുകൊണ്ടാണ് ഈ 7 മാസം പ്രായമായി കഴിഞ്ഞാൽ, കാരണം കുട്ടിക്ക് പൂർണ്ണ ഈ വളർച്ചയെത്തി, ഇനി നമ്മൾ അവർ വെളിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഈ അവസരത്തിൽ ക്ഷേത്രത്തിൽ പോകുമ്പോഴായാലും അവർ പല കാഴ്ചകളും കാണും, പല കണ്ട് പേടിക്കാനും അല്ലെങ്കിൽ സങ്കടപ്പെടാനും ചില അപകടങ്ങൾ കാണാനും ഒക്കെ ഇടവരുമ്പോൾ അത് ദോഷം ചെയ്യുമെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന പെൺകുട്ടി 7 മാസം കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾക്ക് ഏത് നിമിഷവും പ്രസവം നടക്കാം. 7-ാം മാസത്തിൽ പ്രസവിച്ച ആൾക്കാരുണ്ട്, 8-ാം മാസത്തിൽ പ്രസവിച്ച ആൾക്കാരുണ്ട്, 9-ാം മാസത്തിൽ പ്രസവിച്ച ആൾക്കാരുണ്ട്. അപ്പോഴെന്താണ്, ഈ കുട്ടി ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവൾ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ച് റോഡ് വക്കിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ മറ്റെവിടെയെങ്കിലും വെച്ച് ഒരു പ്രസവ വേദന ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവളെ സഹായിക്കാൻ അവർക്ക് ആരും ഉണ്ടാകണമെന്നില്ല. ക്ഷേത്രത്തിലാണോ അതൊരു അബദ്ധത്തിൽ പ്രസവം നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ അശൗചര്യമുണ്ടാകും, അതൊരു ദോഷമായി കാണുന്നു. അപ്പോൾ അവൾക്ക് സുരക്ഷിതമായിട്ട് അപകടമില്ലാതെ സുരക്ഷിതമായ സ്ഥലത്ത് വീട്ടിൽ തന്നെയാണ് ഉണ്ടെങ്കിൽ ആ പ്രസവവേദന വരുമ്പോൾ ഉടൻ തന്നെ അവർക്ക് വാഹനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും. അവിടെ വീട്ടിൽ ആൾക്കാരുണ്ടാവും. ഗർഭിണിയെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് നിയമം. ഈ 4 കാര്യങ്ങളാണ്, അല്ല ഈ പറയുന്ന 4 വിഷയങ്ങൾക്കും പ്രധാനമായിട്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇത്രയും കാര്യങ്ങളാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവത്തിനൊരു കോപവും കേട്ടോ. നിങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് കോപിക്കുന്നില്ല, ദൈവം നിങ്ങളെ ശത്രുവായി കാണുകയും ചെയ്യില്ല. അയ്യോ മഹാപാപമാണ്, ഒരു പാപവും ഇല്ല. പക്ഷെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ആനന്ദത്തിനും നമ്മുടെ സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ക്ഷേത്രം. നമുക്ക് എപ്പോഴും ആനന്ദമുണ്ടാവണം, എപ്പോഴും ആത്മീയമായ ഒരു സുഖം ലഭിക്കണം. ഇതിനു വേണ്ടി നമ്മുടെ പൂർവികരുണ്ടാക്കി ഇന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ക്ഷേത്രം. അവിടുത്തെ ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുമ്പോൾ
ആ വരുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും ഒരു ദുഃഖമോ ദുരിതമോ കഷ്ടപ്പാടോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ അവസരങ്ങളിൽ നിങ്ങൾ ഈ സജ്ജനങ്ങൾക്ക് ദോഷം ഉണ്ടാവാതിരിക്കാൻ അവിടെ വരാൻ പാടില്ല എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരു ദോഷമില്ല. ദൈവത്തിന് നമ്മുടെ ഒരു ശത്രുത്വമില്ല. പക്ഷെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് കാര്യം ഉറച്ച് തീരുമാനിക്കണം. എന്നറിയോ, ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അറിവാണ് പങ്കുവെക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ എന്ത് വേണം, നിങ്ങൾ തള്ളിക്കളഞ്ഞോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് വെച്ചു തരുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാൻ എന്ന് മാത്രം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.